പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ് 1ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ ഡെയ്സി ചെടി എന്ന പാഠഭാഗവും അതിലെ ആക്ടിവിറ്റീസൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ മക്കൾ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആദ്യത്തെ ചോദ്യം എന്താ? അതിൽ കഥ ഓരോ തവണ 1 or 2 തവണ മൗനമായി വായിക്കൂ. പല ഭാഗങ്ങളായി വായിച്ച് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ? രണ്ടാമത്തെ ചോദ്യം എന്താ? ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ഏത് സന്ദർഭത്തിൽ? ഈ വാക്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലായത് എന്തെല്ലാം? എഴുതി നോക്കൂ. ഇത്തരം വാക്യങ്ങൾ ഈ പാഠത്തിൽ ഇനിയുമുണ്ട്. കണ്ടെത്തി അവയെക്കുറിച്ചും എഴുതണം. എന്താണ്? കൂട്ടിൽ തടവിലാക്കപ്പെട്ട വാനമ്പാടിയാണ് ഇപ്രകാരം പറഞ്ഞത്. എപ്രകാരം പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞത് അല്ലേ? വാനമ്പാടിയുടെ അടുത്തുണ്ടായിരുന്ന ഡെയ്സി പൂവിനോടാണ് ഇങ്ങനെ പറഞ്ഞത്. സ്വതന്ത്രമായി പറന്നു നടന്നിരുന്ന വാനമ്പാടി കൂട്ടിനകത്ത് അകപ്പെട്ടതോടെ പുറത്ത് വിശാലമായ ലോകവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. പകരം പുൽത്തകിടിയോടൊപ്പം കൂട്ടിലെത്തിയ ഡെയ്സി ചെടിയും പൂവും മാത്രമായി കൂട്ടിന്. ഒരു പുൽനാമ്പ് എനിക്കിപ്പോൾ വൻമരമാണ്, നിന്റെ ഓരോ ഇതളും എനിക്കൊരു പൂവാണ്. എനിക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില ഞാനിപ്പോൾ അറിയുന്നു എന്ന് വാനമ്പാടി ഡെയ്സി ചെടിയോട് പറയുന്നു. തനിക്കിനി ഒരിക്കലും പഴയതുപോലെ ആകാശത്ത് സ്വതന്ത്രമായി പാറിപ്പറക്കാനാവില്ലെന്നും ആഹ്ലാദത്തോടെ പാട്ടുപാടാനാവില്ലെന്നും മനസ്സിലാക്കിയ വാനമ്പാടി ഈ വാക്കുകളിലൂടെ സ്വയം ആശ്വാസം കണ്ടെത്തുന്നു. ഓക്കെ, അടുത്ത പ്രകൃതി പാഠങ്ങൾ. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ മഴയുടെ സൗന്ദര്യവും ഡെയ്സി ചെടി എന്ന പാഠത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരവും കാണാം. ഈ 3 പാഠങ്ങൾ അടിസ്ഥാനമാക്കി പ്രകൃതി പാഠങ്ങൾ എന്ന ലഘു ഉപന്യാസം തയ്യാറാക്കണം. ഇതിനെക്കുറിച്ചാണ് പ്രകൃതി പാഠങ്ങൾ. എങ്ങനെ നമുക്ക് തയ്യാറാക്കാം? എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അടിസ്ഥാനമായിട്ടുള്ളതാണ് പ്രകൃതി. പൂക്കളും ചെടികളും കിളികളും മരങ്ങളും മലയും മണ്ണും കാറ്റും നിലാവും എല്ലാം ചേർന്നൊരുക്കുന്നതാണ് പ്രകൃതി പാഠങ്ങൾ ഓരോന്നും. പ്രകൃതിയും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഒന്നുചേർന്ന് നിൽക്കുമ്പോഴാണ് ഭൂമി മനോഹരമാകുന്നതെന്ന പാഠമാണ് പി. മധുസൂദനൻ്റെ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലും ഇ. സോമനാഥിൻ്റെ കാട്ടിലെ മഴ എന്ന കുറിപ്പിലും ഡെയ്സി ചെടി എന്ന ആൻഡേഴ്സൺ കഥയിലും ഉള്ളത്. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിൽ മണ്ണിൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായ പലതരം പൂക്കളെക്കുറിച്ചാണ് കവി പറയുന്നത്. ഓരോ പൂക്കൾക്കും നിറവും ആകൃതിയും മണവും നൽകുന്നത് പ്രകൃതി തന്നെയാണ്. മക്കളെക്കുറിച്ച് മണ്ണ് കിനാവ് കാണുന്നു. ആരിലും സന്തോഷവും പ്രതീക്ഷയും സ്നേഹവും നിറയ്ക്കാൻ പൂക്കൾക്ക് കഴിയും. വേനൽ മഴയുടെ ഭംഗിയെയും അത് പ്രകൃതിക്കുണ്ടാക്കുന്ന മാറ്റത്തെയും സൂക്ഷ്മമായി അവതരിപ്പിക്കുന്ന കുറിപ്പാണ് കാട്ടിലെ മഴ. കടുത്ത വേനലിൽ വറ്റിവരണ്ട പുഴകൾക്കും ചുട്ടുപൊള്ളുന്ന കുന്നുകൾക്കും വെയിലേറ്റ് കരിഞ്ഞുപോയ കാടുകൾക്കും മുകളിൽ പെയ്തിറങ്ങുന്ന ഒരു പുതുമഴ പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്നു. വറ്റിവരണ്ട പുഴയ്ക്ക് ജീവൻ വെച്ചു കരിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളർത്തു. നഷ്ടപ്പെട്ടുപോയ കാടിൻ്റെ യൗവനത്തെ, ഭംഗിയെ, ജീവനെ വേനൽ മഴ എങ്ങനെ തിരികെ കൊണ്ടുവരുന്നുവെന്ന് ഈ കുറിപ്പ് നമ്മോട് പറയുന്നു. വാനമ്പാടിയും പൂവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് ഡെയ്സി ചെടി. സ്വതന്ത്രമായി പാറിപ്പറന്ന് നടന്ന വാനമ്പാടിയെ ചിലർ പിടികൂടി തടവിലാക്കുന്നു. കൂട്ടിൽ കിടന്ന് വിലപിക്കുന്ന വാനമ്പാടിയെ ആശ്വസിപ്പിക്കാൻ പോലും ആവാതെ ഡെയ്സി ചെടി നിസ്സഹായയായി നിൽക്കുന്നു. ഒടുവിൽ വാനമ്പാടിയൊപ്പം ഡെയ്സി ചെടിയും പാടിക്കൊഴിഞ്ഞില്ലാതാകുന്നു. പ്രകൃതിയിലുള്ള ഓരോ ജീവിക്കും സ്വാതന്ത്ര്യം എന്നത് വിലപ്പെട്ടതാണെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ 3 പാഠങ്ങളും പ്രകൃതിയുടെ 3 വ്യത്യസ്തമായ മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പരസ്പര സ്നേഹത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ, കരുതലിൻ്റെ പാഠങ്ങളാണ് ഇവ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പ്രകൃതി വളരെ സുന്ദരവും അമൂല്യവുമാണ്. ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും അവയുടേതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനെയും നാം നശിപ്പിക്കരുത്. പ്രകൃതിയുടെ നാശം നമ്മുടെ നാശത്തിന് കാരണമാകും. നമ്മെപ്പോലെ തന്നെ പ്രകൃതിയിലെ ഓരോന്നിനും അവരുടേതായ സ്വാതന്ത്ര്യവുമുണ്ട്. ആ സ്വാതന്ത്ര്യവും നാം ഇല്ലാതാക്കരുത്. പ്രകൃതിയിലെ ഒന്നിനെയും നാം വില കുറച്ച് കാണാതെ അവയെ സംരക്ഷിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. പ്രകൃതി നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മക്കളുടെ 3ാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഒക്കെ. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.